ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ കേസിൻ്റെ വിചാരണ എടുത്തിട്ടും ജാമ്യാപേക്ഷ നൽകാൻ കൂട്ടാക്കുന്നില്ല. കുറ്റകൃത്യം നടന്ന 50 ദിവസങ്ങൾ പിന്നിട്ടു. കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു. എന്നിട്ടും പ്രതികളായ പത്മകുമാറും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയും ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാർ ഉള്ളത്. പത്മകുമാർ കഴിയുന്ന ജയിലിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനിതകുമാരിയും അനുപമയും ഉള്ളത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപാണ് പത്മകുമാറിന് കൂട്ടായി തടവറയ്ക്കുള്ളിലുള്ളത്. അനിതകുമാരിയും മകളും ഒരേ സെല്ലിലാണ് കിടക്കുന്നത്. ഇവർക്കൊപ്പം 2 തമിഴ് വനിതകളും കൂടെയുണ്ട്. സന്ദീപിന് മാനസിക വെല്ലുവിളിയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും പത്മകുമാർ വന്നതിന് ശേഷം ശാന്തന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പത്മകുമാർ ജയിലിൽ പൊതുവെ ആരോടും സംസാരിക്കാറില്ല, ശാന്തനാണ്. ലൈബ്രറിയിൽ പുസ്തകം വായനയും ഉറക്കവുമൊക്കെയാണ്, പത്രം വായനയുമുണ്ട്. ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തത് കൊണ്ട് ജയിലിലെ ജോലികൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജോലി ചെയ്യാൻ പത്മകുമാറിന് താല്പര്യവും ഇല്ല. ദിവസവും പത്രം വായിക്കും, പിന്നെ സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും. വല്ലപ്പോഴും സന്ദീപുമായി സംസാരിക്കും. അല്ലാതെ ജയിലിൽ മറ്റാരോടും പത്മകുമാറിന് വലിയ സമ്പർക്കമില്ല. അതേസമയം അനിതകുമാരിയും അനുപമയും കഴിയുന്ന ജയിലിൽ ശുചീകരണ ജോലികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം തടവുകാർക്കാണ്. അത് 2 പേരും കൃത്യമായി ചെയ്യുന്നു. വനിതാ ജയിലിൽ ലൈബ്രറി ഉണ്ട്. ഇവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാണ് 2 പേരും, അമ്മയും മോളും, സമയം തള്ളി നിൽക്കുന്നത്. മൂവരും ജയിലിൽ ജീവിതം തുടങ്ങി 2 മാസം പിന്നിടുമ്പോൾ പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാകാതെ ഇനി ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമില്ല. 3 പേർക്കും ജയിലിൽ സന്ദർശകരും വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. പത്മകുമാറിനെ കാണാൻ ചില സുഹൃത്തുക്കൾ നാട്ടിൽ നിന്നൊക്കെ എത്തിയിരുന്നെങ്കിലും അമ്മയും മകളെയും കാണാൻ മറ്റാരും എത്തിയില്ല. കുറ്റപത്രം നൽകാൻ സമയം അടുത്തതിനാൽ നിരവധി അഭിഭാഷകർ, വക്കീലന്മാർ അവരെ സന്ദർശിക്കുന്നുണ്ട്. ആ വക്കീലന്മാരുടെ സന്ദർശനം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് മറ്റാരും അവരെ തിരക്കി പോലും ചെല്ലുന്നില്ല.